ഞാൻ പലതവണകളെ കണ്ടിട്ടും എൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടും വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെയാണ് ഇത് നിങ്ങളിലേക്കും കൂടി എത്തിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. 2 വർഷം നീണ്ടു നിന്ന പ്രവാസ ജീവിതം, ഇംഗ്ലണ്ടിൽ പഠിക്കാനായി എത്തിയ മകൻ പഠിത്തത്തിന് ശേഷം കഠിനാധ്വാനം ചെയ്ത് അമ്മയ്ക്ക് ഒരു അനുഭവമായി വരാനാണ് തീരുമാനിച്ചത്. തൻ്റെ ഫ്രണ്ടിനോട് എയർപോർട്ടിൽ വന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞതിന് ശേഷം ആമസോൺ ഡെലിവറി ബോയായി മകൻ അമ്മയുടെ മുമ്പിൽ. ആശുപത്രിയല്ലേ, അപ്പം എനിക്ക് മാത്രം ഞായറാഴ്ച ഡ്യൂട്ടി ഇട്ടേക്കും, അപ്പൊ ശനിയാഴ്ച എവിടെ എടുക്കാം. അതുകൊണ്ട് ഇന്നലെ ലീവായിരുന്നു. ചില അനുഭവങ്ങൾ പറയാൻ കഴിയില്ല, കാണാൻ മാത്രമേ കഴിയൂ. ഒരു അമ്മയും മകനും തമ്മിലുള്ള അതുല്യമായ ബോണ്ട്. ലേറ്റ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടി. രാത്രി പോന്നു, രാത്രി താമസിച്ചു. വികാരനിർഭരമായ ഇനിയുള്ള നിമിഷങ്ങൾ നിങ്ങൾ തന്നെ കാണും. എന്നെ ഇങ്ങനെ അഡ്മിഷൻ കിട്ടി പഠിക്കാനാണല്ലോ. ഞാൻ ആദ്യം നമുക്ക് അങ്ങനെ പോകത്തില്ല, നമുക്ക് അക്കൗണ്ടിങ്ങിന്റെ ഇപ്പൊ അക്കൗണ്ടിങ് അല്ലേ പഠിച്ചേ, അക്കൗണ്ടിങ്ങിൽ ബാക്കി പോകത്തുള്ളൂ. അപ്പൊ ഇനി അത് പഠിച്ചു ചെന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ നേഴ്സിംഗിലോട്ട് ചാടിയൊക്കെയുള്ള പണി കിട്ടിയില്ലെങ്കിൽ ആദ്യം ആ കോഴ്സ് പഠിക്കും, അല്ലെങ്കിൽ ഒരു 5-6 മാസം ആകുമ്പോൾ അറിയാലോ. അത് സ്റ്റഡിക്ക് പോകുമ്പോൾ അവിടെ ഒരു കസിനയുടെ ഉണ്ട്, അവിടെ നേരിട്ടുള്ള അപ്പന്റെ പെങ്ങടെ ഇവരുടെ അടുത്ത് അവരവിടെയാണല്ലോ, അവര് സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണിപ്പം ഇറങ്ങാൻ കാരണം. 35 രൂപ മൊത്തം വേണം. ചെലവാകുന്ന ഒരു 15, ബാക്കി തിരിച്ചു കിട്ടും. 15 രൂപ. അവർക്ക് എന്തെങ്കിലും സ്പോൺസർഷിപ്പോ അങ്ങനെ എന്തെങ്കിലും. വർഷങ്ങളായിട്ട് അവിടെ ഉള്ളതായിരിക്കും. അവരാദ്യം ന്യൂസിലൻഡിലായിരുന്നു, എന്നിട്ട് ഓസ്ട്രേലിയയിൽ തന്നെ ഇപ്പൊ ചെന്നിട്ടൊരു 2 പേരാ. മൂത്തയാളവിടെ, ഇളയാളിപ്പം കാനഡയിൽ പോയതേ ഉള്ളൂ. അവരുടെ ഇതും ഇവിടെ അവർക്ക് പിള്ളേര് ഇവിടെയാണല്ലേ. എന്നെ പറ്റി അതെല്ലോ ആമസോണിന്നോ ഇതാണോ? അങ്ങനെ പോകാൻ പറ്റിയല്ല. അങ്ങനെ പോകാൻ പറ്റിയല്ലോ. എന്റെ ദൈവമേ, നിന്നെ കൊണ്ട് മാടത്തല്ലോടാ. ഇതെന്താ പരിപാടി നീ കാണിച്ചതാ? നീ എന്തി പറയാഞ്ഞത്? ഇപ്പം വരുന്ന കാര്യം നീ കൊള്ളാലോ. ഞാൻ ഓർക്കെ ചെയ്താക്കൂടെ എന്നെ നീ ഫോൺ വിളിച്ചിട്ട് പോയാലും ഉറക്കത്തിലാന്നൊക്കെ പറഞ്ഞതാ. അവൾ എന്നാ പറയൂടെ ഇത്? ഇങ്ങോട്ട് അറിഞ്ഞില്ല, പറഞ്ഞാൽ എന്റെ ദൈവമേ, ഇതിന് വേണ്ടിട്ടായിരുന്നു ആ വണ്ടിയായിട്ടൊക്കെ പോയത്. ചേട്ടനൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഞാൻ ഒറ്റയ്ക്ക് വിവിലുണ്ടായിരുന്നു. എന്റെ ദൈവമേ, നിങ്ങളെല്ലാരും കൂടെ കൂടിക്കൊണ്ടുള്ള പരിപാടിയായിരുന്നല്ലേ. ഐസ കയറി വന്നേ. എന്റെ പൊന്നേ മതി. അത് നീ